നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും MCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1490-ാം ജന്മദിനാഘോഷം. നബിദിന റാലികളും അന്നദാനവും നടത്തി വിശ്വാസികൾ. ധനുമാസരാവിൽ ദൈവപുത്രൻ പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ. ആഘോഷങ്ങൾക്ക് വിശുദ്ധ പരിവേഷമേകി ഒരു ക്രിസ്മസ് കൂടി. ലേക്കുള്ള ഹജ്ജ് മാസ്റ്റർ പ്ലാൻ പുറത്തിറക്കി. അപേക്ഷ സ്വീകരിക്കൽ ജനുവരി 14 തുടങ്ങും. പുലിഭീതിയിൽ എടത്തനാട്ടുകര. റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടതായി വീട്ടമ്മ. വനംവകുപ്പും ദ്രുതകർമ്മസേനയും പരിശോധന നടത്തി. കെണിയൊരുക്കി പുലിയെ വലയിലാക്കാൻ നടപടിയെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൻ്റെ ഓർമ്മ പുതുക്കി നാടും നഗരവും നബിദിനം ആഘോഷിച്ചു. ആഘോഷത്തിൻ്റെ ഭാഗമായി ദഫ്മുട്ടിൻ്റെ അകമ്പടിയോടെ റാലികളും മൗലീദ് പാരായണവും അന്നദാനവും നടന്നു. അലനല്ലൂർ ഉവൈസ് അലി സുന്നി മദ്രസയുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിയിൽ ഹസൻ ഹാജി പതാക ഉയർത്തി. PP ഉസ്മാൻ ഹാജി, M ഉമ്മർ, P മുസ്തഫ, സിദ്ദീഖ് സഖാഫി, സിറാജുദ്ദീൻ സഖാഫി, സയ്യിദ് ശിഹാബ് തങ്ങൾ, ഹുസൈൻ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. മദ്രസയിൽ നിന്ന് ആരംഭിച്ച നബിദിന റാലി അലനല്ലൂർ ടൗൺ ചുറ്റി മദ്രസയിൽ തിരിച്ചെത്തി. വഴങ്ങല്ലി നൂറുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിന പരിപാടിയിൽ മുട്ടിക്കൽ ഹംസ പതാക ഉയർത്തി. KK ഫാറൂഖ്, കീഴത്ത് ഹംസ, ഷൗക്കത്തലി സഖാഫി, ഹംസ മുസ്ലിയാർ, റഷീദ് സഖാഫി, സലാം മുസ്ലിയാർ, ഉമ്മർ മുസ്ലിയാർ, ഷഫീഖ് മുസ്ലിയാർ, യൂസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാക്കത്തുകുളമ്പ് ഷംസുൽ ഹുദ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിന പരിപാടിയിൽ P അബ്ദു ഹാജി പതാക ഉയർത്തി. യൂസഫ് മൗലവി, T സുബൈർ, KT ഷൗക്കത്ത്, അലി അക്കാടൻ, ഹംസ പാക്കത്ത്, ആലായൻ ഹംസ, തച്ചമ്പറ്റ റഫീഖ്, സുൽഫിക്കർ അലി എന്നിവർ നേതൃത്വം നൽകി. അലനല്ലൂർ ഷർഫുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിന റാലിയിൽ സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ പതാക ഉയർത്തി. റഫീഖ് ദാരിമി, സെക്രട്ടറി ഹംസ, മൊയ്തുട്ടി ഹാജി, അബ്ദു ഹാജി, ഹസൻ ഫൈസി, ഉസ്മാൻ ഫൈസി, മുജീബ് മുസ്ലിയാർ തുടങ്ങിയവർ നബിദിന റാലിക്ക് നേതൃത്വം നൽകി. പന്തല്ലൂർ ഇസ്ലാത്തുർ ഇസ്ലാം മദ്രസ കമ്മിറ്റി നബിദിന വിവിധ പരിപാടികളുടെ ആഘോഷിച്ചു. സ്ഥലം മുദരിസ് അബ്ദുൽ നാസർ ഫൈസി പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. മദ്രസാംഗണത്തിൽ നിന്ന് ആരംഭിച്ച നബിദിന റാലിക്ക് കടമ്പോട്, തെക്കുംപോട്, അമ്പലവട്ടം, പന്തല്ലൂർ ടൗൺ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. SKSF സംസ്ഥാന സെക്രട്ടറി സത്താർ പന്തല്ലൂർ, മദ്രസ പ്രസിഡന്റ് കുഞ്ഞലവി ഹാജി, സദർ മുത്തല്ലി, ജബ്ബാർ ദാരിമി തുടങ്ങിയവർ നേതൃത്വം നൽകി. വളറാട് മുനീറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ പ്രസിഡന്റ് PM അലവി പതാക ഉയർത്തിയോടെയാണ് നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കമായത്. മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് നബിദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. മദ്രസ പരിധിയിലെ കവലകളിലും സ്ഥലങ്ങളിലും മധുരപലഹാരങ്ങളും മറ്റും നൽകിയാണ് മദ്രസ റാലിയെ നാട്ടുകാർ സ്വീകരിച്ചത്. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അബ്ദുൽ മജീദ് ബദരി, CK മുസ്തഫ, മുഹമ്മദ്, അലവി മുസ്ലിയാർ, CK സമീർ ഫൈസി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി.
അയ്യപ്പൻകാവ് ഇലോയിഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന റാലിയിൽ പങ്കെടുത്തവർക്ക് ഹോർലിക്സ് വിതരണം ചെയ്തു. NK മൻസൂർ, K സഹീർ, ഷംസുദ്ദീൻ, അസ്ലാം, മോസിൻ, നിസാം തുടങ്ങിയവർ നേതൃത്വം നൽകി. 500-ലധികം പേർക്കാണ് ഹോർലിക്സ് നൽകിയത്. കണ്ണങ്ങുണ്ട് മിഹ്റാസുൽ ജിനാൻ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിന പരിപാടി നടത്തി. ചാത്തോലി സയ്യിദ് ഹാജി പതാക ഉയർത്തി. ഉമ്മർ മുസ്ലിയാർ, സിദ്ദീഖ് മുസ്ലിയാർ, ലത്തീഫ് സഅബി, മുസ്തഫ, അബൂബക്കർ ഹാജി, ആഷി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞിരമ്പാറ ദാറുൽ നജാത്ത് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. കാഞ്ഞിരമ്പാറയിൽ നിന്ന് ആരംഭിച്ച റാലി വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് കാഞ്ഞിരമ്പാറയിൽ തന്നെ തിരിച്ചെത്തി. ഓറോംപുറം മിറാസുൽ അറബിയ സെക്കൻഡറി മദ്രസയിൽ മഹല്ല് പ്രസിഡന്റ് K അലവി പതാക ഉയർത്തി. TK അഹമ്മദ് കോയത്തങ്ങൾ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ അണിനിരന്ന റാലി സംഘടിപ്പിച്ചു. ഓറോംപുറം, ആലിക്കൽപ്പടി, വില്ലേജ് പടി എന്നിവിടങ്ങളിൽ റാലിക്ക് സ്വീകരണം നൽകി. തുടർന്ന് മൗലീദ് പാരായണവും അന്നദാനവും നടന്നു. വൈകിട്ട് 4 ദഫ്, അറബനമുട്ട്, സ്കൗട്ട് തുടങ്ങിയ വിവിധ ഇനം കലാപരിപാടികളും നടത്തി. പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകി. VP സൈദലവി, അബ്ദുറസാഖ് ദാരിമി, ഇബ്രാഹിം ദാരിമി, K അബു, CP ഹസൈനാർ, PK അബ്ദുൾ, KP ഇബ്രാഹിം തുടങ്ങിയവർ നബിദിന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. എഴുത്തോരം സംസ്ഥാനതല ത്രിദിന യുവസാഹിത്യ ക്യാമ്പിന്റെ ഭാഗമായി RM ഹയർ സെക്കൻഡറി സ്കൂളിലെ കൽബുർഗി നാടിൽ കഥോത്സവം നടന്നു. അശോകൻ ചരുവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും. കഥകളുടെയും എഴുത്തിന്റെയും അനുഭവങ്ങൾ പങ്കുവച്ച് എഴുത്തോരം യുവസാഹിത്യ ക്യാമ്പിൽ നടന്ന കഥോത്സവം ശ്രദ്ധേയമായി. കഥയുടെ പ്രകൃതം, സ്ഥലത്തിന്റെയും കാലത്തിന്റെയും പരിചരണം, കഥകളിൽ എന്നീ വിഷയങ്ങളിലൂന്നിയുള്ള ക്ലാസുകളും ചർച്ചകളുമാണ് കഥോത്സവത്തിന്റെ 2ാം ദിവസമായ വ്യാഴാഴ്ച നടന്നത്. കഥാകൃത്ത് അശോകൻ ചരുവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീ വാസുദേവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. EP രാജഗോപാലൻ, ഡോക്ടർ അനിൽ ചേലേമ്പ്ര, PN ഗോപികൃഷ്ണൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സന്തോഷ് എച്ചിക്കാനം, അൻവർ അബ്ദുള്ള എന്നിവർ എഴുത്തനുഭവം പങ്കുവച്ചു. EK ഷീബ, ശ്രീജിത്ത് അരിയല്ലൂർ, രാജൻ കരുവാരകുണ്ട്, റഹ്മാൻ കിടങ്ങയം, ബഷീർ ചുങ്കത്തറ, K കൃഷ്ണൻകുട്ടി, K ബാബുരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് പാട്ടരങ്ങ് ഉണ്ടായി. പുരോഗമന കലാസാഹിത്യ സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ കൽബുർഗി നഗറിൽ നടക്കുന്ന ത്രിദിന ക്യാമ്പ് വെള്ളിയാഴ്ച കാവ്യോത്സവത്തോടെ സമാപിക്കും. വളരെ ശോഷിച്ച, തലമുടിയൊക്കെ നരച്ച, കവിളൊട്ടിയ, കണ്ണുകൾ കുഴിഞ്ഞ, വളരെ ഒരു തോർത്തുമുണ്ട് മാത്രം തോളിലിട്ട, കുഴിഞ്ഞ, വളഞ്ഞ, വളരെ ഇങ്ങനെ പതറിയ കാലച്ചകളിലൂടെ നടന്ന ദുർബലമായ ശബ്ദം, അതൊക്കെ വളരെ രസകരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിത്രീകരണമാണ് അതിൻ്റെ ഒരു മൗലികത വരുന്നത്. പക്ഷേ അങ്ങനെ വെറുതെ ഒരു ചിത്രീകരണം മാത്രമല്ല അവിടെ ഉള്ളത്. അതിലൂടെ ആ മനുഷ്യന്റെ ആത്മാവിനെ കൂടി നമ്മൾ പ്രകാശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ആ ഒരു വർണ്ണനയിലൂടെ. അത് കേവലം ഒരു വർണ്ണനയല്ല. ഒരു വൃദ്ധനെയാകട്ടെ, അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഒരു യുവാവിനെയാകട്ടെ, യുവതിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ കേവലം അതിനെ ഒരു ഫോട്ടോ കോപ്പി പോലെ അവതരിപ്പിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. മറിച്ച് അവരുടെ ആത്മാവിനെ വെളിപ്പെടുത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് അത്തരം ചിത്രീകരണത്തെ നമ്മൾ കാണുന്നത്. അപ്പൊ അതിന് ഉള്ള നിരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം വ്യക്തികളുടെ നിരീക്ഷണത്തിലും സ്ഥലങ്ങളുടെ നിരീക്ഷണത്തിലും അത് ഒതുങ്ങുന്നില്ല. മറിച്ച് സാമൂഹികമായ അയാൾ അനുഭവിക്കുന്ന സാമൂഹിക യാതനകളുടെയും ദുരിതങ്ങളുടെയും ജീവിത സങ്കീർണതകളുടെയും ഒരു ലോകം ഒരാളുടെ ചിത്രീകരണത്തിലൂടെ, ഒരു സ്ഥലത്തിന്റെ ചിത്രീകരണത്തിലൂടെ, ഒരു കാലത്തിന്റെ ചിത്രീകരണത്തിലൂടെ, അല്ലെങ്കിൽ ഒരു സംഭാഷണ ശകലത്തിലൂടെ, ഇരിഞ്ഞാലക്കുടക്കാരുടെ സ്ലാങ്ങിലുള്ള ഒരു സംഭാഷണമായിട്ട്, കുന്നംകുളക്കാരുടെ സ്ലാങ്ങിലുള്ള സംഭാഷണമായിട്ട്, അതൊക്കെ ഉപയോഗിക്കുന്നത് ഒരു വ്യത്യാസമായിട്ടുള്ള സംഗതിയാണ്.
മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി കാലിത്തൊഴുത്തിൽ പിറവിയെടുത്ത ദൈവപുത്രന്റെ ഓർമ്മയിൽ ഒരു ക്രിസ്മസ് രാവ് കൂടി സമാഗതമായി. 25 ദിവസത്തെ നോമ്പാചരണത്തിനും അനുഷ്ഠാനത്തിനും നാന്ദി കുറിച്ച് ക്രൈസ്തവ സമൂഹം വെള്ളിയാഴ്ച ക്രിസ്മസ് ആഘോഷിക്കും. ആദത്തിന്റെ പാപം മൂലം അധപ്പതിച്ച മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി കാലിത്തൊഴുത്തിൽ മനുഷ്യനായി അവതരിപ്പിച്ച ദൈവപുത്രന്റെ തിരുപ്പിറവിയുടെ ഓർമ്മയാണ് ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ 25 ദിവസം നോമ്പ് നോറ്റും ഉപവാസം അനുഷ്ഠിച്ചും ദാനധർമ്മങ്ങൾ നടത്തിയും ഉണ്ണിയേശുവിനെ എതിരേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു. ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾക്കുപരി ഹൃദയത്തിൻ്റെ നിർമ്മലവും പരിശുദ്ധവും മറ്റുള്ളവരുടെ കരുണയും കാണിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ദൈവം പിറവിയെടുക്കുക. നക്ഷത്രവിളക്കുകൾ തൂക്കിയും പുൽക്കൂടുകൾ ഒരുക്കിയും കേക്കുകൾ തയ്യാറാക്കിയുമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മുന്നോടിയായി ഓരോ ദേവാലയത്തിൻ്റെ ആഭിമുഖ്യത്തിലും കരോൾ പരിപാടികൾ, പ്രത്യേക കുർബാന എന്നിവ നടത്തുന്നു. ഉണ്ണിയേശുവിൻ്റെ പിറവിയോട് അനുബന്ധിച്ച് നിരവധി ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. അനീതിയും അക്രമവും നേരിട്ട് സമാധാനവും സന്തോഷവും സാഹോദര്യവും നിലനിർത്തുന്നതിനാണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ മഹത്വവും നന്മയും കാത്തുസൂക്ഷിക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഫാദർ ജസ്റ്റിൻ കോലങ്കണ്ണി തൻ്റെ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. ക്രിസ്തുമസിൻ്റെ ഒരു സന്ദേശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ സന്ദേശം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ സാമാന്യ മനുഷ്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമല്ല പെട്ടെന്ന്. പക്ഷെ അതാണ് സത്യം. ഇത് കഥയല്ല, പുരാണങ്ങളല്ല, മറിച്ച് ഇത് ചരിത്രമാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. ദൈവത്തിന്റെ ജനം പാപം ചെയ്ത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിലായതിനു ശേഷം ലോകത്തെ രക്ഷിക്കാനായി ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വരികയാണ്. ആ സന്തോഷമാണ് ക്രിസ്തുമസിന്. ഒരു വർഷത്തിലെ മറ്റേത് തിരുനാളിനേക്കാളും എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു തിരുനാളാണ് ക്രിസ്തുമസ്. കാരണം ഈ സമയത്തെ മഞ്ഞും തണുപ്പും ക്രിസ്തുമസിന് ഒരുക്കമായിട്ടുള്ള പുൽക്കൂടും ക്രിസ്മസ് ട്രീയും സമ്മാനം കൈമാറലും എല്ലാം എല്ലാ പ്രായക്കാർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള പാതിര കുർബാനയും എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും സന്തോഷത്തിന്റെ വലിയൊരു അനുഭവം നൽകുന്നുണ്ട്. ക്രിസ്തുമസ് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ വലിയൊരു സന്ദേശം. അത് ഉൾക്കൊള്ളാൻ ലോക ജനത മുഴുവൻ തയ്യാറായി കഴിഞ്ഞു. നമുക്കും യേശു ക്രിസ്തുവിനെ, ലോകരക്ഷകനായ യേശുവിനെ സ്വീകരിക്കാൻ, ഈ തിരുനാൾ നൽകുന്ന സന്തോഷം സ്വീകരിക്കാനായിട്ട് തയ്യാറാകാം. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ, ദൈവം മനുഷ്യനോട് കാണിക്കുന്ന വലിയ കരുണയാണല്ലോ മനുഷ്യനായിട്ട് ദൈവം ഭൂമിയിൽ അവതരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യം സ്വീകരിക്കുന്ന ഓരോരുത്തരും ആ കാരുണ്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള വലിയ ബാധ്യതയുമായിട്ടാണ് ഈ തിരുനാളിൽ സംബന്ധിക്കേണ്ടത്. ഈ ക്രിസ്തുമസ് എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിനും കാരണമാകട്ടെ. മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ഒരു വർഷമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് ഉള്ളത് എന്ന് തിരിച്ചറിവുകൊണ്ട് കരുണയോടുകൂടെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും ആഗതമാകുന്ന പുതുവത്സരത്തിൻ്റെയും നന്മകളും സന്തോഷവും സ്നേഹപൂർവ്വം നേരുന്നു. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് ടൗണിൽ സ്നേഹ സന്ദേശ വാഹന റാലി നടത്തി. പെന്തക്കോസ്ത യങ് പീപ്പിൾസ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. പെന്തക്കോസ്റ്റൽ യങ് പീപ്പിൾസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരെയാണ് തെരുവുനാടകങ്ങൾ അവതരിപ്പിച്ചത്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായാണ് പെന്തക്കോസ്റ്റൽ യുവജന സംഘടന മലപ്പുറം മേഖല ക്രിസ്മസ് സ്നേഹ സന്ദേശ വാഹന റാലി സംഘടിപ്പിച്ചത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിനെതിരെയുള്ള തെരുവ് നാടകങ്ങൾ, ലഘുലേഖ വിതരണം, സ്നേഹ സന്ദേശങ്ങൾ, ഗാനങ്ങൾ എന്നിവ കോർത്തിണക്കിക്കൊണ്ടാണ് റാലി സംഘടിപ്പിച്ചത്. KC ഉമ്മർ പെരിന്തൽമണ്ണയിൽ നിന്ന് ആരംഭിച്ച ക്രിസ്മസ് സന്ദേശ റാലി ഉദ്ഘാടനം ചെയ്തു. പാണ്ടിക്കാട്, ചെറുകോട്, വണ്ടൂർ, നിലമ്പൂർ തുടങ്ങിയ മേഖലകളിൽ പര്യടനം നടത്തി വൈകിട്ട് 6 എടക്കരയിൽ സമാപനം കുറിച്ചു. പ്രസിഡന്റ് പാസ്റ്റർ ജോസി എബ്രഹാം, സെക്രട്ടറി പാസ്റ്റർ K മാത്യു, പബ്ലിസിറ്റി കൺവീനർ KJ ജെയ്സൺ, P ജോൺ ജോർജ്, P മാത്യു തോമസ്, ജോയ് P വർഗീസ്, P ബിജോയ് കുര്യക്കോസ്, PT ആന്ത്രയോസ്, N രാജു തുടങ്ങിയവർ പങ്കെടുത്തു. അറിവിന്റെ കിരണമാകാൻ പോകുന്ന മൺവിളക്കുകളാണിവർ. അറിവിന്റെ തന്നെ കൊണ്ടാകുന്നത് നല്ലതേ, പഠിക്കാതിരിക്കുന്നതാ.
തന്റെ അഹങ്കാരം എന്നോട് കാണിക്കരുത് കേട്ടോ. കട ഇപ്പം തുറന്നേ ഉള്ളൂ, നീ അവിടെ നിൽക്ക്. ചേട്ടാ വലിക്കുന്നോ? ഇത് ശശി ഇവിടുത്തെ ഒരു പ്രധാന ജലസംഭരണിയാണ്. വലിയ സാറാൻ പോവല്ലേ, പഠിച്ചു പഠിച്ച് നീ എന്നെ പോലായാൽ മതി കേട്ടാ. ആഹാ, അങ്ങനെയാണെങ്കിൽ ഒരു സ്കൂളിൽ പോകണല്ലോ. ആണോ? അച്ഛാ അച്ഛാ എടുക്കല്ലേ അച്ഛാ, ചോറെടുക്ക. ചോറ് ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല അച്ഛാ. അച്ഛാ എടുക്കല്ലേ അച്ഛാ. നിർത്തോ, താനൊക്കെ ഒരു മനുഷ്യനല്ലാതെ. ഇതാണ് എന്താണ് ജീവിതത്തിന്റെ ചിന്തകൾക്ക് മേൽ പ്രകൃതിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കിട്ടിയതുപോലെ IPC നിലമ്പൂർ സൗത്ത് നോർത്ത് അതുപോലെ തന്നെ മലപ്പുറം സോണലിൻ്റെ PAPA സംഘടനയായ യുവജനങ്ങളുടെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയായുള്ള സുവിശേഷ സന്ദേശ യാത്രയാണ് ഇന്ന് പെരിന്തൽമണ്ണ മുതൽ എടക്കര വരെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അനേകർ പാപത്തിലായിരിക്കുന്ന മനുഷ്യനെ യഥാർത്ഥമാവുന്ന മദ്യത്തിൽ നിന്ന് വിടുതൽ നേടുവാനുള്ള ക്രിസ്മസ് സന്ദേശ റാലി ഇന്ന് ഇവിടെ നടത്തുവാനിടയായി. അത് 5 മണിക്ക് എടക്കര അവിടെ അവസാനിക്കുന്നതായിരിക്കും. അടുത്ത സീസണിലേക്കുള്ള ഹജ്ജ് മാസ്റ്റർ പ്ലാൻ പുറത്തിറക്കി. ഹജ്ജ് അപേക്ഷാ സ്വീകരണം ജനുവരി 14 ആരംഭിക്കും. നറുക്കെടുപ്പ് മാർച്ച് 15 മുതൽക്കാണ് തുടങ്ങുക. ആദ്യ ഹജ്ജ് വിമാനം ഓഗസ്റ്റ് 4 പുറപ്പെടും. 2016 ഹജ്ജ് അപേക്ഷാ വിതരണവും സ്വീകരണവും ജനുവരി 14 ഒരുമിച്ചാണ് ആരംഭിക്കുക. ഫെബ്രുവരി 8 വരെ അപേക്ഷകൾ സ്വീകരിക്കും. നേരിട്ടും ഓൺലൈൻ വഴിയും അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജിന് അപേക്ഷിക്കുന്നവർ ഇത്തവണ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. അവസരം ലഭിക്കുന്നവർ മാത്രം സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതി. അപേക്ഷകളിലെ നറുക്കെടുപ്പ് മാർച്ച് 15 മുതൽ 23 വരെ നടക്കും. 2016 ഹജ്ജ് നടത്തിപ്പിന്റെ മാസ്റ്റർ പ്ലാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. ജനുവരി 1 ഹജ്ജ് കാര്യങ്ങൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പ്രഖ്യാപിക്കും. ഹജ്ജിന് അവസരം ലഭിക്കുന്നവർ പാസ്പോർട്ട്, ആദ്യ ഗഡു പണം എന്നിവ ഏപ്രിൽ 8 നൽകണം. രണ്ടാം ഗഡു ഏപ്രിൽ 15 സമർപ്പിക്കേണ്ടത്. നറുക്കെടുപ്പിന് ശേഷം സർക്കാർ ഹജ്ജ് കോട്ടകളും അഡീഷണൽ കോട്ടകളും പുറത്തിറക്കും. ഹജ്ജ് നറുക്കെടുപ്പിന് ശേഷം പുറത്തിറക്കുന്ന കാത്തിരിപ്പ് പട്ടികയിൽ നിന്ന് തീർത്ഥാടകർക്ക് അവസരം നൽകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഓഗസ്റ്റ് 4 പുറപ്പെടും. വിമാന കമ്പനികളിൽ നിന്നുള്ള കൊട്ടേഷൻ മെയ്യിൽ പൂർത്തിയാകും. പരിശുദ്ധ അറഫ സംഗമം സെപ്റ്റംബർ 10 ഹജ്ജ് കഴിഞ്ഞുള്ള മടക്കം സെപ്റ്റംബർ 15 ആരംഭിക്കും. ഹാജിമാർക്ക് മക്കയിൽ കെട്ടിടങ്ങൾ കണ്ടെത്തൽ, തീർത്ഥാടകരെ സഹായിക്കാനുള്ള വളണ്ടിയർമാർക്കുള്ള പരിശീലനം, വിമാന കമ്പനികളെ കണ്ടെത്തൽ തുടങ്ങി 31 കാര്യങ്ങൾ വിശദീകരിക്കുന്ന 2016 മാസ്റ്റർ പ്ലാനാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുറത്തിറക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. മേലാറ്റൂർ ചന്തപ്പടി പൂതറമണ്ണ സ്വയംഭൂ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകളും ലക്ഷാർച്ചനയും ലക്ഷദ്വീപ സമർപ്പണവും ഡിസംബർ 25, 26 തീയതികളിൽ നടക്കും. ഇതിന്റെ മുന്നോടിയായി വ്യാഴാഴ്ച കലവറനിറക്കൽ ഘോഷയാത്ര നടത്തി. മേലാറ്റൂർ പടിഞ്ഞാറേക്കര അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. മേലാറ്റൂർ ചന്തപ്പടി പൂതറമണ്ണ സ്വയംഭൂ ശിവക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി പ്രതിഷ്ഠയും നവഗ്രഹ പ്രതിഷ്ഠയും ലക്ഷാർച്ചനയും ലക്ഷദ്വീപ സമർപ്പണവും നടത്തുന്നതിന്റെ മുന്നോടിയായി വ്യാഴാഴ്ച കലവറനിറക്കൽ ഘോഷയാത്ര നടത്തി. വൈകിട്ട് 4 പടിഞ്ഞാറേക്കര അയ്യപ്പ ക്ഷേത്രസന്നിധിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര 6 പൂതറമണ്ണ ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കും. 5 ഗണപതി ഹോമത്തിനു ശേഷം സുബ്രഹ്മണ്യന്റെയും നവഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠ നടക്കും. തുടർന്ന് വിശേഷാൽ പൂജകൾ, വൈകിട്ട് 6:30 ഭഗവത് സേവ, 8:30 ഭക്തി പ്രഭാഷണം എന്നിവയും ഉണ്ടാകും. അളനല്ലൂർ മേഖല ദഹ്വ സമിതി ഖുറാൻ എക്സ്പോ സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ പടിയിൽ നടന്ന എക്സ്പോ ISM പാലക്കാട് ജില്ലാ പ്രസിഡന്റ് നിഷാദ് സൽഫി ഉദ്ഘാടനം ചെയ്തു. മേഖല ദഹ്വ സമിതി കൺവീനർ സുധീർ ഉമ്മർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് റഷീദ് ആലായൻ, CPIM ഏരിയ സെന്റർ അംഗം KA സുദർശനകുമാർ, BJP മണർക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹരിദാസൻ, ISM സംസ്ഥാന സെക്രട്ടറി താജുദ്ദീൻ സുലാഹി എന്നിവർ പ്രസംഗിച്ചു. എടത്തനാട്ടുകര തടിയമ്പറമ്പിൽ പുലിഭീതി ഒഴിയുന്നില്ല. ബുധനാഴ്ച വൈകിട്ടും പ്രദേശത്ത് നാട്ടുകാർ പുലിയെ കണ്ടു. ഇതേ തുടർന്ന് വ്യാഴാഴ്ച നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തിരച്ചിലിനിടെ ഒരു കുറുനരിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. ബുധനാഴ്ച വൈകിട്ട് തടിയമ്പറമ്പിൽ പുലിയെ നാട്ടുകാർ കണ്ടതിനാൽ വ്യാഴാഴ്ച രാവിലെ ഫോറസ്റ്റ് ജീവനക്കാരും നാട്ടുകാരും തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. തിരച്ചിലിനിടയിൽ ഒരു കുറുനരിയെയാണ് കാണാൻ കഴിഞ്ഞത്. പുലിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ സ്ഥലങ്ങളും പുലിയുടേതെന്ന് കരുതുന്ന രോമങ്ങളും നാട്ടുകാർ ശേഖരിച്ചിട്ടുണ്ട്. രോമം പുലിയുടേതാണെന്ന് അറിയാൻ വിദഗ്ധ പരിശോധനയോടെ മാത്രമേ കഴിയൂവെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുലിയെ കണ്ടതിനാൽ നാട്ടുകാർ ഏറെ ഭയത്തോടെയാണ് പ്രദേശത്ത് കഴിയുന്നത്.
പുലിയെ നേരിൽ കണ്ടതിന്റെ പേടിയിലാണ് തടിയമ്പറമ്പിലെ കോഴിക്ക സുബൈദ. വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്ന് വിറക് ശേഖരിച്ച് മടങ്ങുന്നതിനിടെയാണ് താൻ പുലിയെ കണ്ടതെന്ന് സുബൈദ MCV ന്യൂസിനോട് പറഞ്ഞു. തലയിലുണ്ടായിരുന്ന വിറക് കെട്ട് നിലത്തിട്ട് താൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നെന്നും സുബൈദ പറഞ്ഞു. വിറക് ചുമന്നു പോകുന്നതിനിടയിൽ തടിയമ്പറമ്പിൽ പുലിയെ കണ്ട കോഴിക്ക സുബൈദ വിറകിട്ട് ഓടിയാണ് രക്ഷപ്പെട്ടത്. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്ന് വിറക് ശേഖരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സമീപത്തെ കാട്ടിൽ നിന്ന് പുലിയെ കണ്ടത്. പുലിയെ കണ്ടു എന്ന വാർത്ത പറഞ്ഞതോടെ നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും പുലി സ്ഥലം വിട്ടിരുന്നു. ഈ കെട്ട് ഇവിടെ കൊടുന്നിട്ടിരിക്കുന്നു, പിന്നെ രണ്ടാം കെട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇടവഴി കൊടുന്നിട്ടിരിക്കുന്നു, പിന്നെ ഇത് മൂന്നാമത്തെ കെട്ടാണ് ആകല്ല വറക്, അത് ഏറ്റവും കൂടി ഞാൻ അങ്ങനെ പോരുകയാണ്. അതിലിങ്ങനെ വന്നപ്പോൾ എന്തോ ഒരു ആ പാറക്കല്ലുമ്മ ഇരിക്കണുണ്ട് എന്ന് സംശയം കണ്ടു, എന്താണെന്ന് മനസ്സിലാണില്ല. അതിൽ അങ്ങനെ വല്ല പോന്നു, പിന്നെ പോകുന്ന എത്തിക്കെത്തിയപ്പോൾ ഈ സാധനം താഴത്തേക്കാണ് ഇറങ്ങിയിട്ട് കയ്യുത്തിന് കുഞ്ഞിട്ടിട്ട് കുത്തുന്നില്ല ഇങ്ങനെ നോക്കി. അതിൽ ഞാനാണ് ഓടി പെരിയോട്ടം. അപ്പറ്റി ശരിക്കും മനസ്സിലായി, ഈ സാധനത്തിന് കണ്ടിട്ട് ശരിക്കും മനസ്സിലായി. അതിൽ ഞാനൊരു ഒറ്റ ഓട്ട. നിറം ഉള്ളു വെള്ളം, പുറം മഞ്ഞായിട്ട് അത്രയൊക്കെ നോക്കിയിട്ട് പിന്നെ മരണോട്ടം ഓടിക്കല് പേടിച്ചിട്ട് എന്നെ തന്നെ ശ്രദ്ധിച്ചിട്ട് നോക്കേണ്ടത്. ശബ്ദമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് ഞാൻ തിരിക്കണ കണ്ടു, ഞാൻ ഓടി അത്രേ കണ്ടോളൂ. പിന്നെ എങ്ങിട്ട് തിരിഞ്ഞു വെച്ചറിയില്ല. ഞാൻ ഓടിയത് അങ്ങനെ വെളുത്തോടന്മാരായില്ല, അങ്ങനെ പോകുന്നു പേടിച്ചിട്ടേ, ജീവനെ പേടിയുണ്ട്. ഒരു പെണ്ണുങ്ങളൊക്കെ താഴത്താണ്, എല്ലാവരും താഴത്ത്. എൻ്റെ വറകും ഇങ്ങടെ കൊടുന്നിട്ട് ഇവിടുക്കിട്ട് പിന്നെ അങ്ങോട്ടിട്ട് അങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുപോകല. ആരുമില്ല, ഒരുപ്പൊക്കെ സഹായിക്കാൻ ആളുണ്ട്. അതിൽ ഞാൻ അങ്ങനെ പോന്ന് നോക്കും. പിന്നെ ആ സാധനം തിരിഞ്ഞു വെച്ചറിയില്ല. എൻ്റെ വറകും കിട്ടുന്ന കയറൊക്കെ കടിച്ചു മുറിച്ചു. പുലിയുടെ സാന്നിധ്യം ഉറപ്പിച്ച തടിയമ്പറമ്പിൽ ദ്രുതകർമ്മസേനയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തിരച്ചിൽ ഊർജിതമാക്കി. ഡെപ്യൂട്ടി റേഞ്ചർ അൻവറിന്റെ നേതൃത്വത്തിലാണ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ജനത്തിന് ഭീഷണിയായി മാറിയ പുലിയെ കെണിയിലാക്കാൻ ഉടൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എടത്തനാട്ടുകര തടിയമ്പറമ്പിൽ പുലി ഭീഷണി തുടരുന്നു. നാട്ടുകാർ പുലിയെ കണ്ടതിനാൽ തിരുവിഴാങ്കുന്ന് മണ്ണാർക്കാട് ഫോറസ്റ്റ് ഓഫീസർമാരും ദ്രുതകർമ്മസേനയും തടിയമ്പറമ്പിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ഡെപ്യൂട്ടി റേഞ്ചർ അൻവർ, ജീവനക്കാരനായ PD രാജറാം, ബാലകൃഷ്ണൻ, ജോഷിൻ, ദ്രുതകർമ്മസേനയിലെ രജീഷ്, രാജേഷ്, ബിനീഷ്, ജോഷി തുടങ്ങിയവരാണ് തടിയമ്പറമ്പിലെത്തിയത്. പുലിയെ കണ്ട സ്ഥലം ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. 6 ആടുകളെയാണ് പുലി കൊന്നു ഭക്ഷിച്ചിട്ടുള്ളത്. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാനുള്ള ആലോചനയുണ്ടെന്നും റേഞ്ച് ഓഫീസർ മോഹനൻ അറിയിച്ചു. മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സ്കൂളിന് ടാക്സ് പ്രാക്ടീഷണർമാരുടെ സഹായഹസ്തം. മഞ്ചേരി അരികിഴായിലെ ന്യൂ ഗ്ലോറി സ്കൂളിനാണ് 1 വർഷത്തേക്കുള്ള TV ചാനൽ തുക നൽകി കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ മഞ്ചേരി യൂണിറ്റ് മാതൃകയായത്. അരികീഴായിലാണ് ന്യൂ ഗ്ലോറി സ്കൂൾ ഫോർ മെന്റലി ചലഞ്ചഡ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് 1 വർഷത്തേക്കുള്ള TV ചാനൽ സബ്സ്ക്രിപ്ഷൻ തുക കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷനിൽ നൽകുകയായിരുന്നു. ഇതിനുള്ള തുക അസോസിയേഷന്റെ മഞ്ചേരി യൂണിറ്റ് ഭാരവാഹികൾ കേന്ദ്രത്തിലെത്തി അധികൃതർക്ക് കൈമാറി. 35 അന്തേവാസികളാണ് ഇവിടെ ഉള്ളത്. പൊതുജനങ്ങളിൽ നിന്നുള്ള സഹായമാണ് ഈ വാഴഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിന്റെ മുഖ്യ ആശ്രയം. മഞ്ചേരി അരികിഴായിലുള്ള ന്യൂ ഗ്ലോറി സ്പെഷ്യൽ സ്കൂൾ ഫോർ മെന്റലി ചലഞ്ചിന് വേണ്ടി ഇങ്ങനെ ഒരു ചെറിയ സഹായമെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാവരും ഇതുപോലെ എന്തെങ്കിലും ചെയ്തെങ്കിൽ തന്നെ ഈ സ്ഥാപനം വളരാൻ പറ്റുള്ളൂ. ഒരുപാട് മാനസികാരോഗ്യം തകർന്ന അന്തേവാസികൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ, കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മഞ്ചേരി ന്യൂ ഗ്ലോറി സ്പെഷ്യൽ സ്കൂൾ ഫോർ മെന്റലി ചലഞ്ചിൽ 5 വർഷമായി മഞ്ചേരി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൽ സർക്കാരിൽ നിന്ന് നാമമാത്രമായ സംഖ്യ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ മഞ്ചേരി യൂണിറ്റ് 1 വർഷത്തേക്ക് TV ചാനൽ വരിസംഖ്യ സംഭാവനയായി തന്നിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാവപ്പെട്ട ഈ MR കുട്ടികൾക്ക് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംഭാവനയായി എല്ലാവരും നല്ലവണ്ണം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എടത്തനാട്ടുകര മിഷ്കാത്തുൽ ഉലൂം അറബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം ഡിസംബർ 26 നടക്കും. ശനിയാഴ്ച രാവിലെ 10 കോളേജ് ഓട്ടത്തിലാണ് സംഗമം നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. എടത്തനാട്ടുകര വട്ടണപ്പുറത്ത് 1979-80 കാലങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്ന മിഷ്കാത്തുൽ ഉലൂം അറബി കോളേജ് അതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ വരുന്ന ഡിസംബർ 26-ാം തീയതി രാവിലെ 10 മണി മുതൽ ആരംഭിക്കുകയാണ്. പ്രസ്തുത പരിപാടിയിലേക്ക് അവിടെ പഠിച്ചിരുന്ന മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും ക്ഷണിക്കുന്നു. അതിൽ പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1490-ാം ജന്മദിനാഘോഷം. നബിദിന റാലികളും അന്നദാനവും നടത്തി വിശ്വാസികൾ.
ധനുമാസരാവിൽ ദൈവപുത്രൻ പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ. ആഘോഷങ്ങൾക്ക് വിശുദ്ധ പരിവേഷമേകി ഒരു ക്രിസ്മസ് കൂടി. ലേക്കുള്ള ഹജ്ജ് മാസ്റ്റർ പ്ലാൻ പുറത്തിറക്കി. അപേക്ഷ സ്വീകരിക്കൽ ജനുവരി 14 തുടങ്ങും. പുലിഭീതിയിൽ എടത്തനാട്ടുകര. റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടതായി വീട്ടമ്മ. വനംവകുപ്പും ദ്രുതകർമ്മസേനയും പരിശോധന നടത്തി. കെണിയൊരുക്കി പുലിയെ വലയിലാക്കാൻ നടപടിയെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.